അപ്പോൾ ഇന്ന് നമ്മൾ ഗാർഡനിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് ഗാർഡനിങ് ഉള്ളത്. ഇനി അത് സെറ്റ് ചെയ്ത് വേറെ രീതിയിൽ ആക്കിയെടുക്കണം. നിങ്ങൾക്കറിയാലോ, ഞാൻ രാത്രി സമയങ്ങളിലും പിന്നെ ജോലി ഇല്ലാത്ത ദിവസങ്ങളിലും ഇങ്ങനെയുള്ള ഒഴിവ് സമയങ്ങളിലാണ് നമ്മൾ ഇവിടെ ചിലവഴിക്കാറ്. എന്ന് കരുതി ഞാൻ ഗാർഡനിങ് ശ്രദ്ധിക്കാറില്ല എന്നൊന്നും പറയുന്നില്ല. ചെടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പക്കയായിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയ ചെറിയ പരിമിതികൾ ഉള്ളത് കൊണ്ടും പിന്നെ ഇന്ന് വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം ഇന്ന് ഇതിലൊരു മാറ്റം വരുത്താൻ പോവാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് കരുതി. എടുത്തു പറയേണ്ട ഒരാളാണിത്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആലോക്കേഷ്യ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ എലിക്കോണിയ ചെടികളുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലൊരു തെച്ചി ഉണ്ടാവുന്നുണ്ട്. അത് ഏതായാലും എടുത്ത് കളയുന്നില്ല നമ്മൾ അതവിടെ തന്നെ ഇരുന്നോട്ടെ. അതിൻ്റെ ചുറ്റുഭാഗത്തുമാണ് നമ്മൾ നടുന്നത്. നമ്മളെ വീട്ടിലൊക്കെ കൂവ എന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ സംഭവം എന്നറിയില്ല. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. സംഭവത്തിൻ്റെ പേരറിയില്ല, കണ്ട് ഇഷ്ടപ്പെട്ട് കൊടുന്നതാണ്. അവനെ നമുക്ക് ഇവിടെ നടാം. എന്തായാലും അടുത്ത് തന്നെ, അല്ലാതെ അടുത്ത് തന്നെ നിന്നോട്ടെ. ചട്ടിയിൽ നിന്ന് മാറ്റി നടുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇവന്മാർ വളർന്നോളും. അങ്ങനെ ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ നടുന്നത്. പിന്നെ അടുത്തതാണ് നമ്മുടെ മെയിൻ താരം പിലാത്തിയ. പിലാത്തിയ ഇല്ലാത്തൊരു ഗാർഡനിങ് ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവനെ നമ്മളങ്ങ് പൊക്കി. ഇത് പറിക്കാൻ കുറച്ച് പാടുപെട്ടെങ്കിലും പിന്നെ അവസാനം എനിക്ക് ചട്ടി ചെരിച്ച് എൻ്റെ അറ്റംപ്റ്റ് പൂർത്തീകരിക്കേണ്ടി വന്നു. 1.5 മാസം കൊണ്ട് വളർന്നു വന്നതാണ് ഇവന്മാർ രണ്ടും. നമ്മൾ നല്ല വെള്ളവും വളവും കൊടുത്തുകൊണ്ട് കരുത്തരായിട്ടാണ് ഇവന്മാരൊക്കെ വളരുന്നത്. എന്തായാലും ഇതൊന്ന് ചെരിച്ച് നോക്കാം. ചെരിച്ച് ഏറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇത് ഒന്ന് ശരിയായി വന്നത്. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്ന ചെടികൾ മൊത്തം പറിച്ച് നിലത്തേക്ക് വെച്ച കാഴ്ചയാണ് ഈ കാണുന്നത്. എല്ലാം ഇനി റീസെറ്റ് ചെയ്ത് ഗാർഡനിങ് മനോഹരമാക്കണം. എന്തായാലും ഇവനും കൂടി ലാസ്റ്റായിട്ട് ഇവിടെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചോട്ടിലായിട്ടാണ് നമ്മൾ നേരത്തെ പറിച്ച് വെച്ച് ഇവന്മാരുണ്ടല്ലോ, ഇവന്മാരെ നട്ട് കൊടുക്കണം. അതിന് മുന്നായിട്ട് ആദ്യം ഇവന്മാരെ പിഴുതെടുത്തിട്ട് അവിടെ നമുക്ക് കലാത്തിയൻ്റെ കുഞ്ഞുങ്ങളെ കുഴിച്ചിടണം. ഗാർഡനിങ്ങിനെ കൂടുതൽ മനോഹരമാക്കാൻ ഇവന്മാർക്ക് ഏറെ പങ്കുണ്ട്. എന്നിരുന്നാലും ഇവന്മാരെ പറിക്കാത്ത അത് നടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവന്മാരെ നമ്മൾ പറിച്ച് വെച്ചിട്ടുള്ളത്. എന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്തായാലും ഇവന്മാരെ അധികം വാടത്തൊന്നുമില്ല. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു ഓർക്കിഡിൻ്റെ തൈ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിഴുതെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ അത് കിട്ടി. എന്തായാലും നമ്മളിന്ന് കലാത്തിയ പറിച്ച ചെടി, അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ചെടി പറിച്ചപ്പോൾ ചട്ടി കുറേ ബാക്കിയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചട്ടിയിൽ ഇവന്മാരെയൊക്കെ ആക്കണം. വീട്ടിൽ കൊണ്ടുവന്ന് നട്ടിട്ട് ഇതുവരെ പൂവിടാത്തൊരു ഇനം ചെടിയാണിത്, ഓർക്കിഡ്. അമ്മ കൊണ്ടുവന്ന് കുത്തിയ ബൊഗൈൻവില്ലയുടെ ഒരു കമ്പായിരുന്നു ഇത്. തെഴുത്ത് വരുന്നുണ്ട്. എന്തായാലും ഉഷാറാവട്ടെ. നമ്മൾ ഓർക്കിഡിനെ കുഴിച്ചിടാനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാണ്. ആദ്യം നമ്മൾ കുറച്ച് ചമ്മലൊക്കെ കൂട്ടി നമ്മുടെ ചെടിച്ചട്ടീന് അകത്തിട്ടു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറുത്ത മണ്ണ്. മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഈ കറുത്ത മണ്ണാകുമ്പോൾ അമ്മമാരങ്ങ് തളച്ച് വളർന്നോളൂ. ഇനി ഓരോന്നോരോന്നായി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇമാരൊക്കെ വേര് നല്ലോണം പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി. കത്തിരിക്ക വലിയ ഉറപ്പൊന്നും പോരെങ്കിലും നമ്മളതിന് തോറ്റി കൊടുക്കാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി ചട്ടിയിൽ തലങ്ങും വിലങ്ങും കുഴിച്ചിടാം. ഇതിൻ്റെ കുഴിച്ചിടുന്ന രീതി ഇങ്ങനെയൊന്നല്ല. ഇത് ചകിരിച്ചോറ് അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. ഞാൻ തൽക്കാലം ഒന്നിത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം മാത്രമാണ്. എത്രത്തോളം ഇത് സക്സസ് ആവും, ഇത് പൂവിടാൻ ഇത് സഹായിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരു പരീക്ഷണമാണല്ലോ ജീവിതം. എന്തായാലും സെറ്റായി വരട്ടെ. പോട്ടി മിക്സൊക്കെ കറുത്ത മണ്ണ് കൊണ്ടൊക്കെ കുറച്ച് വളം കൂടി ചേർത്താൽ ഇനി സെറ്റാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതെന്തായാലും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കലാത്തിയ ചെടീനെ ചട്ടിയിൽ നിന്ന് എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് നേരത്തെ പരിശ്രമം കൊണ്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത്. നല്ല വേരും നല്ല ഉറപ്പിലും നിന്നൊരു സംഭവമാണ്. ഇത് നമ്മളൊന്ന് നട്ട് കഴിഞ്ഞതാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് നമ്മൾ നട്ടതാണ്. പിന്നെ നേരം ഒരുപാട് വഴുകി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തെച്ചി, ഇതിൻ്റെ അടുത്തുള്ള തെച്ചിയിൽ നിന്ന് നമ്മൾ കുറേ കമ്പൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു അപ്പുറത്തൊരു ബേസിൽ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. ഇത് പിടിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ എന്തായാലും കുത്തി കൊടുക്കാം. ഇത് വേര് വന്നതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. അത്രയേറെ ചട്ടികളൊന്നും നമ്മളെ സ്റ്റോക്കില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി എല്ലാത്തിൻ്റെ ഒരു ഔട്ട്ലുക്കും കൂടി എല്ലാവർക്കും കാണിച്ചു തരാം. നേരം ഇരുട്ടിയത് കൊണ്ട് എന്നിരുന്നാലും നമ്മൾ ഗാർഡനിങ്ങിൻ്റെ പുതിയ രൂപമെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നനച്ച് സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ചെറിയ വീഡിയോ അവസാനിക്കുന്നു.